ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്ട്രോബെറി ഫ്രൂട്ട് കസ്റ്റേർഡാണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട ശേഷം അതിഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരുമിച്ച് കസ്റ്റേർഡ് തയ്യാറാക്കാം. ആദ്യമായി വേണ്ടത് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി കസ്റ്റേർഡ് പൗഡറാണ്. ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിക്കുക. ഇനി ഇത് കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി ഒരു പാനിൽ 1/4 കപ്പ് പാലെടുക്കുക. നമുക്ക് ആകെ 1.5 കപ്പ് പാലാണ് വേണ്ടത്. അതിൽ 1/4 കപ്പ് നേരത്തെ കസ്റ്റേർഡ് മിക്സ് തയ്യാറാക്കാനായി ഉപയോഗിച്ചിരുന്നു. ഇനി നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം പഞ്ചസാര നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയം തന്നെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ മിക്സ് ഒന്ന് തിക്കാവുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് കസ്റ്റേർഡിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് റെഡിയാക്കാം. നമ്മളിവിടെ എടുക്കുന്നത് മുന്തിരിങ്ങ, പൈനാപ്പിൾ, മാതള നാരങ്ങ, ആപ്പിൾ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്രൂട്ട്സും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ചൂടാറി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മാതള നാരങ്ങ ചേർക്കുക. അടുത്തതായി ചെറുതായി അരിഞ്ഞ ആപ്പിൾ 1/2 കപ്പ്. അടുത്തതായി ചെറുതായി അരിഞ്ഞ മുന്തിരിങ്ങ 1/2 കപ്പ്. ഞാനിവിടെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അവസാനമായി 1/2 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ മിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാനായി വയ്ക്കാം. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. കാരണം കസ്റ്റേർഡ് എപ്പോഴും തണുപ്പിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രൻ റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ദ റെസിപ്പി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ and comment. Watch more videos.